നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് മജൂസിയാകുന്ന അബൂ ലുഅ്ലുഅത്ത് എന്ന വ്യക്തിയുടെ ഇരുതല മൂർച്ചയുള്ള വാളിനാൽ കുത്തപ്പെട്ടു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതിലേക്ക് വിഷം പുരട്ടി വെച്ചുകൊണ്ടാണ് ജൂതനായ മജൂസിയായ അബൂ ലുഅ്ലുഅത്ത് ലഅനത്തുല്ലാഹി അലൈഹി വന്നുകൊണ്ട് കുത്തുന്നത്. എന്തിനാ അങ്ങനെ കുത്തുന്നത്? അങ്ങനെ കുത്തിയാൽ ഒന്നില്ലെങ്കിൽ വിഷം തീണ്ടിട്ടെങ്കിൽ ആള് മരിക്കും. അതിനാണ് വിഷം പുരട്ടുക. രണ്ട് സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്ന വാള്, എന്നിട്ട് ആ വാള് കൊണ്ട് കുത്തി സുജൂദിൽ കിടക്കാൻ ബഹുമാനപ്പെട്ടവർ കുത്തി എന്ന് മാത്രമല്ല, അത് കത്തി ഇങ്ങനെ തിരിച്ചിട്ട് കറക്കിയതാണ്. അപ്പൊ കുടൽ ഉൾപ്പെടെ വെളിയിൽ വരും. നഊദു ബില്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണേ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു കൊടുക്കുന്ന പദവി എന്താണ്? ഷഹീദിന്റെ സമുന്നതമായ പദവിയാണ്. ആ പദവിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച് നീട്ടുന്നത്. മുങ്ങി മരിക്കുന്നതായ മനുഷ്യ മാനവാ, കെട്ടിടം തകർന്നുകൊണ്ട് മരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, പ്രസവവേദന എടുത്തുകൊണ്ട് മരിക്കുന്ന സഹോദരി, വയറുവേദന കൊണ്ട് പുളയുന്ന പ്രിയപ്പെട്ട മനുഷ്യ, ആ വേദനയിൽ മരണപ്പെട്ടു പോകുന്ന മുസ്ലിമേ, നീ വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ റസൂല് നിനക്ക് വാഗ്ദാനം ചെയ്യുകയാണ്, നിനക്ക് മനോഹരമാകുന്ന സ്വർഗമാണ്, സ്വർഗമാണ്. ശുഹദാക്കളുടെ പ്രതിഫലം രേഖപ്പെടുത്തി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നീ നിന്റെ കാര്യത്തിൽ ടെൻഷൻ അടിച്ചോ. ലോകത്തെ ഏറ്റവും പരീക്ഷണം നേരിട്ടവരാ അമ്പിയാക്കൾ. നമ്മളൊന്നും അല്ല, നമ്മൾ ഭയങ്കര സംഭവമായിട്ട് നമ്മളൊക്കെ തന്നെ പറയാൻ നമ്മളൊന്നും അല്ല. പക്ഷെ ചിലരുടെ സങ്കടം നമുക്ക് വല്ലാതെ ഫീലിംഗ് ആവും. നമ്മൾ നൗഫൽ എന്ന സഹോദരന്റെ സങ്കടം കണ്ടു. വയനാട് ജില്ലയിൽ 11 പേരാണ് ഒരു കുടുംബത്തിൽ നഷ്ടപ്പെട്ടു പോയത്. അള്ളാഹു അത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെയൊക്കെ അള്ളാഹു കാക്കുമാറാവട്ടെ. അതാഹു അദ്ദേഹത്തിന് ക്ഷമ പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരും ദുആ ചെയ്യണം.